Hi friends, welcome to online class of IBS കായംകുളം. എൻ്റെ പേര് വിശ്വനാഥ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്, ബാങ്ക് എക്സാമിനേഷനിലെ ജനറൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന പരീക്ഷകളിൽ നമ്മുടെ എക്സാം ടോപ്പിക്കുകളിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ പാക്കേജ് ആയിരിക്കും COVID-19 ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ COVID-19 നമ്മുടെ എക്സാമിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം COVID-19 അല്ലേ, നോവൽ കൊറോണ വൈറസ്. COVID-19 ലോകത്താദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്ന് നമുക്കറിയാം. അതെവിടെയാണ്? വുഹാൻ, ചൈന. ചൈനയിലെ വുഹാൻ എന്ന് പറയപ്പെടുന്ന പ്രവിശ്യയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. COVID-19 രോഗബാധ ലോകത്താദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO ഔദ്യോഗിക കണക്ക് പ്രകാരം ഡിസംബർ 31, 2019 COVID-19 ലോകത്താദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. COVID-19 ഈ വുഹാൻ പ്രവിശ്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഈ രീതിയിലുള്ളൊരു വൈറസ് ആണെന്ന് കണ്ടെത്തിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുക, ലീ വെൻ ലിയാങ്. ഡോക്ടർ ലീ വെൻ ലിയാങ് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടറാണ് എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? COVID-19 സാന്നിധ്യം ലോകത്താദ്യമായി തിരിച്ചറിയപ്പെടുന്നത്. അങ്ങനെ വുഹാനിലെ ചൈനയിൽ നിന്ന് അത് പതുക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതൊരു പാൻഡമിക്കായിട്ട് മാറുന്നു. എന്തായിരുന്നു? പാൻഡമിക്കായിട്ട് മാറുന്നു. നമുക്കറിയാം കൊറോണ എന്ന് പറയപ്പെടുന്ന വൈറസ് ഫാമിലിയിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ പറയപ്പെടുന്ന COVID-19 എന്ന് പറയപ്പെടുന്ന രോഗം വരുന്നത്. നോവൽ കൊറോണ വൈറസ് എന്നതിനകത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന COVID-19 എന്ന് പറയപ്പെടുന്ന പേര് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന അതിലേക്ക് എത്തുന്നത്. 2019 രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൊറോണ ഫാമിലിയാണ് നോവൽ കൊറോണ വൈറസ്. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയപ്പെടുന്നത് COVID-19 എന്ന് പറയപ്പെടുന്നത്. കൊറോണ എന്ന് പറയപ്പെടുന്ന വേർഡ് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കൊറോണ എന്ന് പറയപ്പെടുന്ന വേർഡ് വരുന്നത്. ക്രൗൺ അല്ലെങ്കിൽ ക്രൗണിന് ചുറ്റുമുള്ള പ്രഭാവലയം എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഈ ലാറ്റിൻകാർ കൊറോണ എന്ന് പറയപ്പെടുന്ന പദം ഉപയോഗിച്ച് വരുന്നത്. അങ്ങനെ ഇതൊരു ഗ്ലോബൽ പാൻഡമിക് ആവുന്നതിൻ്റെ ലക്ഷണം എന്ന രീതിയിൽ വുഹാനിലെ ചൈനയിൽ നിന്നും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ ചൈനയ്ക്ക് പുറത്ത് ഈ COVID-19 രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തായ്ലാൻഡ്. ഫസ്റ്റ് നേഷൻ ഔട്ട്സൈഡ് ചൈന ടു റിപ്പോർട്ട് COVID-19 അല്ലെങ്കിൽ നോവൽ കൊറോണ വൈറസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ത് പറയും? നമ്മൾ തായ്ലാൻഡ് എന്ന് ഉത്തരം പറയും. നമുക്കറിയാം COVID-19 മൂലം ലോകത്താദ്യമായി മരണം അല്ലേ, ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യവും ഇത് തന്നെയാണ്, ചൈന തന്നെയാണ്. ചൈനയ്ക്ക് പുറത്ത് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തായ്ലൻഡിലാണ് എങ്കിൽ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം അല്ലേ, ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയണം ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നത്? ഇതിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് നേഷൻ ഔട്ട്സൈഡ് ചൈന ടു റിപ്പോർട്ട് കോവിഡ് ഡെത്ത്. ഉത്തരം എന്താണ്? ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഈ രോഗം പതുക്കെ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക്, ഓരോ കോണ്ടിനെൻറ്റിലേക്കും എത്തുന്നു. നമ്മളുടെ രാജ്യങ്ങളിലേക്കും അത് നമ്മുടെ രാജ്യത്തേക്കും പതുക്കെ എത്തുന്നു. നമുക്ക് ഏവർക്കും അറിയാം COVID-19 രോഗം ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇറ്റ്സ് ഇൻ അവർ സ്റ്റേറ്റ് കേരള. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു റിപ്പോർട്ട് എ COVID-19 എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തു പറയുക? കേരള. കേരളത്തിലാണ്. ഓക്കെ, നമ്മുടെ കേരള സംസ്ഥാനം തന്നെയാണ് COVID-19 ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അനൗൺസ് COVID-19 ആസ് എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ. സംസ്ഥാന ദുരന്ത നിവാരണ പരിധിയിൽ ഈ രോഗത്തെ ഉൾപ്പെടുത്തി അതിൻ്റെ പരിചരണങ്ങളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും പോയ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റാണ് ഏതെന്ന് പറയപ്പെടുന്നത്? കേരള എന്ന് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ COVID-19 എന്ന് പറയപ്പെടുന്ന ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഒരു വേർഡാണ് ലോക്ക്ഡൗൺ. ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ COVID-19 ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റിനെ ലോക്ക്ഡൗണിലേക്ക് നയിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ്
രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് COVID-19 എന്ത് ചെയ്യപ്പെടുന്നത്? ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അനൗൺസ് ലോക്ക്ഡൗൺ ഡ്യൂ ടു COVID-19 എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയപ്പെടുന്നത് രാജസ്ഥാനാണ്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് നമ്മൾ കേട്ട ജനതാ കർഫ്യൂ. അല്ലേ? നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പേരാണ് COVID-19 ബന്ധപ്പെട്ട് ജനതാ കർഫ്യൂ. അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി announced ജനതാ കർഫ്യൂ ഡ്യൂ ടു COVID-19 ഓൺ. അതൊരു ഡേറ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ദാറ്റ് ഈസ് മാർച്ച് 22, 2020. നമുക്കറിയാം, നമ്മളുടെ ഈ ജനതാ കർഫ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ഒരു ദിവസം വീടുകളിൽ തന്നെ ഇരിക്കുകയും, മീൻസ് ഇൻ ലോക്ക്ഡൗൺ പീരീഡ് വീടുകളിൽ തന്നെ ഇരിക്കുകയും, വീടുകളിൽ നിന്ന് ഒരു സമയത്ത് പുറത്തിറങ്ങി ആരോഗ്യ പ്രവർത്തകർ, അല്ലേ, സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അവർക്കൊക്കെ എന്ത് ചെയ്യപ്പെടുക? ആദരവർപ്പിക്കുവാനായി അദ്ദേഹം നമ്മളോട് നിർദ്ദേശിച്ചു. ആ ഡേറ്റ് ആണ് എന്ന് പറയപ്പെടുന്നത് മാർച്ച് 22, 2020 എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യും പോകുന്നത്? ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി അനൗൺസ്ഡ് ലോക്ക്ഡൗൺ ഡ്യൂ ടു COVID-19 ഓൺ മാർച്ച് 25, 2020. മാർച്ച് 25, 2020 മുതലാണ് നമ്മുടെ രാജ്യത്ത് ഔദ്യോഗികമായി ലോക്ക്ഡൗൺ നിലവിൽ വരുന്നത്. ഇന്ന് വരെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മെയ് 31, 2020. മെയ് 31, 2020 വരെയാണ് നമുക്ക് എന്തിൻ്റെ ടൈം എന്ന് പറയപ്പെടുന്നത്? ലോക്ക്ഡൗണിൻ്റെ ടൈം എന്ന് പറയപ്പെടുന്നത്. അപ്പം മാർച്ച് 25, 2022, മെയ് 31, 2020 ആണ് എന്നത് പറയപ്പെടുന്നത് ലോക്ക്ഡൗൺ പീരീഡ് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ COVID-19 ലോക്ക്ഡൗൺ ആൻഡ് ലോക്ക്ഡൗൺ മെഷേഴ്സ് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എക്സ്പെർട്ട് കമ്മീഷനെ വെച്ചിരുന്നു. എന്തായിരിക്കണം ലോക്ക്ഡൗൺ വിവിധ ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇൻ ഇന്ത്യ ദർ ആർ 4 phases ഫോർ എ ലോക്ക്ഡൗൺ. നമുക്ക് 4 phases ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത്. ആ ലോക്ക്ഡൗൺ സമയത്ത് ഏതൊക്കെയാണ് ഫേസസ്, അപ്പോൾ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്നൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരു കമ്മീഷനുണ്ട്. ആ ലോക്ക്ഡൗൺ മെഷേഴ്സ് നമ്മുടെ ഇന്ത്യയിലെ നടപ്പാക്കാൻ കൊണ്ടുവന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയോഗിച്ച എക്സ്പെർട്ട് കമ്മീഷൻ എന്നോ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അമിതാഭ് കാന്ത് കമ്മീഷൻ. നമുക്ക് എല്ലാവർക്കും അമിതാഭ് കാന്തിനെ അറിയാം. ഈസ് ദി പ്രസന്റ് CEO ഓഫ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ നിലവിലെ CEO ആണ് ആരെന്ന് പറയപ്പെടുന്നത്? അമിതാഭ് കാന്ത് എന്ന് പറയപ്പെടുന്നത്. അതർ കമ്മീഷൻസ് ആർ an economic task force on COVID-19 was formed by Government of India. അതായത് COVID-19 നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, സാമ്പത്തിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുവാനും വിലയിരുത്താനും മെഷേഴ്സ് സ്വീകരിക്കാനും there was an economic task force on COVID-19. The head is Nirmala Sitharaman. Union Minister for Finance and Corporate Affairs, we all know Honorable Nirmala Sitharaman was the head of Economic Task Force of COVID-19. Okay, the scientific research of COVID-19 done in India officially by ആരാണ് ചെയ്യുന്നത്? It is ICMR, Indian Council for Medical Researchers, headquarters at New Delhi. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചസ് ആണ് ഇന്ത്യയിൽ COVID-19 ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ട് സയൻറ്റിഫിക് സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് നടപ്പാക്കുന്നത്. എങ്ങനെയായിരിക്കണം COVID-19 ഈ മെഡിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടും നേരിടേണ്ടതെന്നുള്ള അവബോധം നമ്മളിലേക്ക് എത്തിച്ചത് ആരാണ്? ICMR ആണ്. ICMRന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ന്യൂഡൽഹിയിലാണ്. ഈ ICMR ഇന്ത്യയിൽ ഒരു COVID-19 പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നിരുന്നു. ഇറ്റ് ഈസ് ഫോർമലി നോൺ ആസ് TTQ സ്ട്രാറ്റജി, ടെസ്റ്റ് ട്രേസ് ക്വാറന്റൈൻ സ്ട്രാറ്റജി. TTQ of ICMR refers to test trace quarantine. ടെസ്റ്റ് ട്രേസ് ക്വാറന്റൈൻ എന്ന് പറയപ്പെടുന്ന രീതിയിലാണ് നമ്മളുടെ എന്ത് വരുന്നത്? സ്ട്രാറ്റജി വരുന്നത്. പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? കൂടുതൽ ടെസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് കണ്ടക്ട് ചെയ്യുക.
അപ്പം രോഗബാധിതരെയും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കോൺടാക്റ്റുകളെ എന്ത് ചെയ്യപ്പെടുക? ട്രേസ് ചെയ്യുക, ക്വാറന്റൈൻ ചെയ്യുക.